ഡിയർ ഫ്രണ്ട്സ്, ഞാൻ രാജീവൻ. ഇന്നത്തെ ടോപ്പിക്ക് എൻ്റെ ഇൻഷുറൻസ് മേഖലയിലെ 22 വർഷത്തെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്കെപ്പോഴും ഉണ്ടാവും. അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. എനിക്കൊക്കെ കൃത്യമായിട്ട് പല സമയങ്ങളിലും വരുന്ന ഫോൺ കോളുകളിൽ നിന്ന് മിക്കവാറും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചോദിക്കും. ഇത്രയും പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ 60% വരുന്ന കോളിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും വിളിക്കുക. ഹോസ്പിറ്റലിൽ പോയ സമയത്ത്, ഡോക്ടർമാർ കണ്ട സമയത്ത്, എന്തെങ്കിലും സർജറിക്ക് റെഫർ ചെയ്യുന്ന സമയത്ത്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്ന സമയത്താണ് മിക്ക ആളുകളും ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളോട് ചോദിക്കും, ഇൻഷുറൻസ് വേണമെന്ന് പറയുന്ന സമയത്ത് തിരിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ചില സമയം ചില കസ്റ്റമർ കൃത്യമായി പറയും, നിർവാഹമില്ല, എനിക്ക് നിങ്ങൾക്ക് പോളിസി തരാൻ സാധിക്കില്ല എന്നും, പോളിസി തന്നാൽ തന്നെ നിങ്ങളുടെ ക്ലെയിം പാസ്സാകില്ല എന്നും കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റമറെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പല ആളുകളും പല ഓഫറുകളും വെക്കും. ആ സമയത്ത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാതിരിക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു അസുഖം വരുന്നതുവരെ നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള ഒരു മാർഗം മാത്രമേ ഇൻഷുറൻസ് കൊണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ച 10-20 വർഷം അധ്വാനിച്ച പൈസ ഒന്നിച്ച് പല ഹോസ്പിറ്റലും കൊണ്ടുകൊടുക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. ആ ദുരിതം നിങ്ങൾക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യമാണ് പറയുന്നത്, പല ആളുകളും അസുഖം വന്നതിന് ശേഷം അല്ലെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് പല അസുഖങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മിക്ക ആളുകളും പോളിസി എടുക്കും. പോളിസി എടുത്ത് ചില പോളിസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും പറയാതെ തന്നെ കമ്പനിക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നമ്മുടെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഡോക്ടർമാർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ കമ്പനി ഡോക്ടർമാരോട് കൃത്യമായി നമ്മൾ പറയും, ഇന്നേ രോഗമുണ്ടായിരുന്നു, നേരത്തെ 6 വർഷം മുന്നേ ഇന്നേ സർജറി ചെയ്തിരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറയും. ആ സമയത്തും നിങ്ങളുടെ പോളിസി ക്ലെയിം നിരസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, സാമ്പത്തികം അടിത്തറ ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളുടെ പൈസ നിങ്ങളെ കയ്യിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നേരത്തെ എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെയുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ യൗവനമാണ്, ഒരു 40 വയസ്സേ ആയാലും കാര്യമായ അസുഖങ്ങളൊന്നും നിലവിൽ വന്നില്ലല്ലോ, ഒരു 10-50 വയസ്സ് കഴിയട്ടെ എന്നുള്ള നിലയിലാണ് പല ആളും കരുതുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ചിലവർ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട്, കമ്പനിയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് ആവശ്യമില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത്, നിങ്ങൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നോ ആ ഗേറ്റ് കടക്കുന്ന മുതൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇൻഷുറൻസ് കിട്ടില്ല. കമ്പനി നിങ്ങളെ കൈയൊഴിയും, കാരണം കമ്പനി നിങ്ങൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു കമ്പനിയിലേക്ക് പോയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ സമയത്തുള്ള ഗ്യാപ്പ് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇല്ലാത്ത നിലയിലാണ് പിന്നീട് ഉണ്ടാകുക. ആ ഘട്ടം വന്നാലും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു ഇൻഷുറൻസ് മാറ്റിവെക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് പല ആളുകളും പറയുന്ന മറ്റൊരു കാര്യമാണ്, എനിക്ക് പൈസ കുറച്ചില്ല, ഒരു ചെറിയ കവറേജ്, ഒരു 2 ലക്ഷത്തിനോ അല്ലെങ്കിൽ 3 ലക്ഷത്തിനോ കവറേജ് മതി, ചെറിയ പോളിസി മതി, ഇപ്പോൾ എനിക്ക് അത്രേ താങ്ങുന്നുള്ളൂ. അപ്പം ഞാൻ എപ്പോൾ എൻ്റെ കസ്റ്റമറോട് പറയാറുള്ളതെന്ന് വെച്ചാൽ, 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും തമ്മിൽ ഒരു പോളിസി എടുക്കുന്ന സമയത്ത്, ഒരു ഫാമിലി എടുക്കുന്ന സമയത്ത് ഒരു 3000 രൂപയുടെ 4000 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുക. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ പോളിസിക്ക് പകരം നിങ്ങൾ 10 ലക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ വരുന്ന ചികിത്സക്ക് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇൻഷുറൻസ് 5 ലക്ഷമുള്ള നിലവിലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് 10 ലക്ഷം ആക്കുന്ന സമയത്ത് പിന്നീട് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അസുഖം
മാരകമായ അസുഖങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ കവറേജ് ഒരിക്കലും വർദ്ധിപ്പിച്ചു തരാൻ കമ്പനിക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം എത്ര പൈസയുടെ കവറേജ് വേണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സുള്ള പല കമ്പനികളുടെ പ്രൊഡക്റ്റ് എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 12ഓളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ കുറഞ്ഞ പോളിസിയും പൈസ കൂടുതൽ ഉള്ള പോളിസികളും അതുപോലെ നല്ല ഫീച്ചേഴ്സ് ഉള്ള പോളിസികളും പല തരത്തിലുള്ള പല ടൈപ്പുള്ള ആളുകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോളിസികൾ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരണമെന്നാണ് എനിക്ക് പറയുന്നത്. പല അസുഖങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡുള്ള ആണെന്ന് നിങ്ങൾക്കറിയാലോ. 30 ദിവസം വെയിറ്റിംഗ് പീരീഡുള്ള അസുഖങ്ങളുണ്ട്, 2 വർഷം വെയിറ്റിംഗ് പീരീഡുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 1-2 ദിവസത്തിൻ്റെ കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.